Welcome to my channel. So last class we were discussing about hybridization and we have discussed some of the examples. At that time itself I have told that we will be discussing some more examples on the next class. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. സിമ്പിളാണ്, പക്ഷേ എക്സാമിന് എന്നും ചോദിക്കുന്ന കുറച്ച് ഏരിയകളാണ് കേട്ടോ. ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ എക്സാമ്പിൾസും പഠിച്ചിരിക്കണം. ഇന്ന് പറയാൻ പോകുന്നതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് ഞാനിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു പ്രിപ്പയർ, അല്ല എങ്ങനെയാണ് നിങ്ങളത് എഴുതാൻ പോകുന്നത് അതേ മെത്തേഡിൽ ഇതേപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഹൈബ്രിഡൈസേഷൻ. മാർക്കറിൻ്റെ എങ്കൊക്കെ തീരാനായി, വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം നടക്കുന്നില്ല. സോ എക്സ്പ്ലെയിൻ ദി ഹൈബ്രിഡൈസേഷൻ ഇൻ എത്തീൻ. അപ്പോൾ നമ്മൾ ആദ്യം എത്തീൻ എന്താണെന്ന് അറിയണം അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മീഥെയിൻ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഈഥെയിന് പഠിക്കാം. എത്തീന് വേണ്ട, ആദ്യം നമ്മൾ ഈഥെയിൻ, എത്ത് അല്ലേ. ഈത്തൈൻ്റെ ഫോമുല എന്താണ്? 2 കാർബൺ ആറ്റമാണ്, സിംഗിൾ ബോണ്ടഡ് ആണ് അല്ലേ, CH3. അപ്പോൾ ഇതാണ് ഈത്തൈൻ. ഇത് കണ്ടോ, 2 ആൾക്കാരുണ്ട് അല്ലേ. 2 ആൾക്കാരെ വെച്ച് പേടിക്കേണ്ട. ഇതൊരു കാർബൺ, ഇതൊരു കാർബൺ അല്ലേ. this will be acting here the central atom and this will be acting here as the central atom. അപ്പോൾ എന്താണോ ഞാൻ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ പോയിക്കോളൂ കേട്ടോ. ആദ്യം നമുക്ക് ഇവിടുത്തെ ആരുടെ അറ്റോമിക് നമ്പർ അറിയേണ്ടത്? കാർബണിൻ്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് 6 ആണ്. അപ്പം അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവാണ്. 1s2 2s2 2p2. ഇങ്ങനെ തന്നെ നിങ്ങൾ എക്സാമിന് എഴുതിക്കോ കേട്ടോ. 2 4 6 ആറെണ്ണായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതുക. ഗ്രൗണ്ട് സ്റ്റേറ്റ് നിങ്ങൾ ഫുള്ളായിട്ട് എഴുതിക്കോ കേട്ടോ. കോൺഫിഗറേഷൻ ശരിക്കും 1s വേണ്ട, കാരണം നമ്മൾ ഔട്ടർ മോസ്റ്റ് ഷെല്ല് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എനിവേ ഐ എം റൈറ്റിംഗ് ഓൾ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2s എഴുതി. 2p, പിക്ക് എത്ര ബോക്സ് ഉണ്ടാവും? 1 2. നമുക്കറിയാം 3 ഓർബിറ്റൽ, px py pz. അതുകൊണ്ട് 2pക്ക് 3. എത്രയുണ്ട്? 2 ആണ്. അപ്പോൾ ഒന്നിവിടെ കൊടുക്കണം, ഒന്നിവിടെ കൊടുക്കണം. 2p. നിങ്ങൾ ഇതൊക്കെ വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഓപ്പോസിറ്റ് സ്പിന്നായിരിക്കണം. ഒരു ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ. ഒന്ന് അപ്പ് ആരോ ആണെങ്കിൽ താഴേക്ക് ഡൗൺ ആരോ കൊടുത്തിരിക്കണം. എന്താ വെച്ചാൽ 2 സെയിം ആരോ കൊടുത്താലൊക്കെ മാർക്ക് നിങ്ങൾക്ക് പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് എന്താ മാർക്ക് പോയത്? ഇതിൽ ഓരോ പോയിന്റ്സും ഞാൻ പറയണ പോലെ ശ്രദ്ധിച്ചില്ല. സോ ദിസ് വിൽ ബി ദി കോൺഫിഗറേഷൻ. നമുക്ക് വേണ്ടത് എസ് വേണം. നമ്മൾ ആകെ പഠിച്ചത് SP SP2 SP3 എന്നൊക്കെയാണ് അല്ലേ. നമുക്കറിയാം ഒരു കാർബണിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാണ്. ഒരു കാർബണിൻ്റെ 3 ഓർബിറ്റൽ എന്ന് വരും. നമുക്ക് എത്രയാണ്? 4 ഓർബിറ്റൽ വേണം അല്ലേ. എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഈ ഒരു കാർബണിന് 3 ഹൈഡ്രജനെ ലിങ്ക് ചെയ്യാൻ ഒരു ഓർബിറ്റും വേണം. ഈ കാർബണും ലിങ്ക് ചെയ്യാൻ നമുക്ക് ഓർബിറ്റൽ വേണം. അപ്പോൾ എത്ര ഓർബിറ്റൽ മൊത്തത്തിൽ വേണം? നമുക്ക് 4 ഓർബിറ്റൽ വേണം. 4 ഓർബിറ്റൽ കിട്ടാനുള്ളത് ഏത് ഹൈബ്രിഡൈസേഷനാണ്? SP ആണെങ്കിൽ നമുക്ക് 2 ഓർബിറ്റിലേ കിട്ടത്തുള്ളൂ അല്ലേ. ഒരു എസും ഒരു പി. SP2 ആണെങ്കിൽ നമുക്ക് 3 ഓർബിറ്റൽ. SP3 ആണെങ്കിൽ 4 ഓർബിറ്റൽ കിട്ടും. അപ്പം നമ്മൾ ഏതിലാ പോവുക? SP3 വേണം. അപ്പോൾ ഇവിടെ 3 ഓർബിറ്റൽ കിട്ടണമെങ്കിൽ ഒരു എസ്സും ഉണ്ട് 2 പി ഉണ്ട്. പക്ഷെ ഒന്ന് എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പം നമ്മൾ ഇതിന് എന്തെഴുതും? എക്സൈറ്റഡ് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ. അപ്പം 1s എഴുതണം എന്നില്ല, കാരണം വി ആർ കൺസിഡറിങ് ഓൺലി ദി ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അപ്പോൾ 2s, അതായത് 2sൽ ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും? എക്സൈറ്റ് ചെയ്യും, പിൻ്റെ വേക്കൻ്റ് ആയിട്ടുള്ളതിൽ. അപ്പം എന്തായി? ഈ എസും 3 പിയും കൂടെ എന്തിൽ പോവും? SP3 ഹൈബ്രിഡൈസേഷനിൽ പോവും. SP3 ഹൈബ്രിഡൈസേഷനിൽ ഏത് സ്ട്രക്ചറാണുള്ളത്? വി നോ ദാറ്റ് ഇറ്റ് വിൽ ബി ഫോമിങ് എ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ. അപ്പം നിങ്ങൾ എന്തെഴുതും? ഇത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്തെഴുതും? ഈച്ച് കാർബൺ ആറ്റം ഇൻ CH3, അത് ഈത്തേൻ, undergoes SP3 hybridization to form a new hybrid orbital which is having a tetrahedral geometry. എന്ത് ജോമെട്രി ഉണ്ടാവുക? ടെട്രാഹീഡ്രൽ ജോമെട്രി. എന്നിട്ട് നമ്മൾ ടെട്രാഹീഡ്രൽ ജോമെട്രി ഒന്ന് വരയ്ക്കും. ഓൾമോസ്റ്റ് നമ്മുടെ ടെട്രാഹീഡ്രൽ, ഞാൻ പറഞ്ഞല്ലോ വരയ്ക്കുന്ന കാലത്തിൽ ഇത്രയൊക്കെ മോശപ്പെട്ട ഒരാൾ വേറെ ഇല്ല. അത്രയും മോശമായിട്ടാണ് ഞാൻ വരയ്ക്കുക. ഓക്കെ, ഓൾമോസ്റ്റ് ടെട്രാഹീഡ്രൽ ജോമെട്രി. ഇതിനൊക്കെ സ്മോൾ ലോബ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പോസിറ്റീവ് ലോബ്സും ഉണ്ടാവും, ഒരു നെഗറ്റീവ് ലോബ്സും ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇനി ഇതൊരു കാർബണിൻ്റെയാണ്, ഇതാണ് കാർബൺ, അതിൻ്റെ ടെട്രാഹൈഡ്രൽ ജോമെട്രി. മറ്റേ കാർബണും എന്താ പോവുക? ഇറ്റ് ഈസ് ഓൾസോ അണ്ടർഗോയിങ് ദ സെയിം ഹൈബ്രിഡൈസേഷൻ. എന്നിട്ട് അതിൽ ഒരു ഓർബിറ്റൽ ആരായിട്ട് ലിങ്ക് ചെയ്യും? നമ്മുടെ കാർബണായിട്ട്. ഈ കാർബണും കൂടെ ഒരു ഓർബിറ്റൽ വെച്ചിട്ട് ലിങ്ക് ചെയ്യും. ബാക്കി 3 ആൾക്കാരിൽ ആര് നിൽക്കും? ദി ഹൈഡ്രജൻ ആറ്റം. ഇതിലും അതേപോലെ തന്നെ. ഇതാണ് നമ്മളുടെ C2H6ൻ്റെ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഇത്രയും എഴുതിയിട്ട് നിങ്ങൾ എന്ത് പറയണം? ഈച്ച് കാർബൺ ആറ്റം ഇൻ ഈത്തേൻ undergo sp3 hybridization to form having an sp3 new hybrid orbital which is having a tetrahedral geometry. And one orbital of each carbon atom overlap together to form a carbon-carbon sigma bond and the other 3 orbitals bond with hydrogen atom. ഇത്രയും എഴുതിയാൽ നിങ്ങളുടെ മാർക്ക് കിട്ടി. ഇത്രയും പോയിന്റ്സ് എഴുതിയാൽ മതി. ഏത് ഹൈബ്രിഡൈസേഷൻ, ഇവിടെ ഫോം ചെയ്യുന്ന ബോണ്ട്, ഓരോ ഓർബിറ്റിലും ആരായിട്ടാണ്. ഇനി വേണമെങ്കിൽ എഴുതിക്കോ ആൻഡ് വിത്ത് എ ബോണ്ട് ആംഗിൾ ഓഫ്, നമുക്കറിയാം ടെട്രാഹീഡ്രൽ ആകുമ്പോൾ വിത്ത് എ ബോണ്ട് ആംഗിൾ ഓഫ് 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ഇതാണ് നമ്മുടെ ഈത്തേൻ്റെ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഒരു പേപ്പർ നീറ്റാക്കി എടുക്കുക, എഴുതുക, ഇത് ഇത്രയും കാര്യങ്ങൾ എഴുതുക, ഈ സ്ട്രക്ചർ ഡ്രോ ചെയ്യുക, എന്നിട്ട് ഇതും കൂടെ വരച്ചാൽ ഹാപ്പി, ടീച്ചർ ഫുൾ മാർക്ക് അങ്ങ് തന്നേക്കും. ക്ലിയർ ആയോ? അപ്പോൾ അടുത്തത് ഏതാ? എത്തീൻ. അതായത് മെത്ത് കഴിഞ്ഞു, ഈത്തേന് കഴിഞ്ഞു, എത്തീനാണ്. ഈൻ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഡബിൾ ബോണ്ടഡ് ആണ്. എത്തീൻ്റെ ഫോമുല ശരിക്കും ഇതാണ്, CH2 ഡബിൾ ബോണ്ട് CH2. ഇനി ഇതിങ്ങനെയും എഴുതാം നമുക്ക്, മോളിക്യുലർ ഫോമുല C2H4. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ തന്നാലും നിങ്ങൾക്ക് ഐഡിയ വേണം. അപ്പം നമുക്കറിയാം ഫസ്റ്റ് നിങ്ങൾ എന്ത് എഴുതും? ദി ഇലക്ട്രോണിക് അറ്റോമിക് നമ്പർ ഓഫ് കാർബൺ ഇസ് 6 and the electronic configuration, ground state configuration, excited. നമ്മൾ എന്ത് ചെയ്യും? എക്സൈറ്റഡ് എന്തായാലും വേണം, കാരണം നമുക്കൊരു എസ് ഓർബിറ്റ്, നമ്മൾ P3 എന്ന് പറഞ്ഞിട്ടൊന്നും പഠിച്ചിട്ടില്ല. അപ്പം നമ്മൾ എക്സൈറ്റഡ് കോൺഫിഗറേഷൻ വരയ്ക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യം ചെയ്തു. ഇനി നമ്മൾ നോക്കണം നമുക്കിവിടെ എന്ത് ഹൈബ്രിഡൈസേഷനാണ് വേണ്ടത് അല്ലേ? നമുക്കറിയാം എത്ര ഓർബിറ്റൽസ് വേണം. ഈ കാർബൺ ഓൾറെഡി 2 ഓർബിറ്റൽ വേണം, ഹൈഡ്രജനായിട്ടും. പിന്നെ ഒരു ഓർബിറ്റൽ കാർബണായിട്ടും ലിങ്ക് ചെയ്യാൻ വേണം. ഈ ഡബിൾ ബോണ്ട് അവിടെ നിൽക്കട്ടെ, നമ്മൾ ആദ്യം സിംഗിൾ ബോണ്ടിൻ്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഈ കാർബണിന് ഒരു കാർബണായിട്ട് ബോണ്ട് ചെയ്യാൻ ഒരു സിംഗിൾ ബോണ്ടും വേണം, ബാക്കിയുള്ള 2 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്യാൻ എന്ത് വേണം? അതിന് സിംഗിൾ ബോണ്ടും വേണം. അപ്പം നമ്മൾ നോക്കുക എത്ര വേണം? 1 2 3 ഓർബിറ്റൽസ് വേണം. അപ്പോൾ ഏത് ഹൈബ്രിഡൈസേഷനാണ് പോസിബിൾ? 3 എണ്ണം കിട്ടണമെങ്കിൽ sp2 ആണ്. sp2 ആകുമ്പോൾ 3 ഓർബിറ്റൽ കിട്ടും, 2p. അപ്പം നമ്മൾ sp2ക്ക് പോവുകയാണേ. അതായത് ഒരു എസ്സും 2p ഓർബിറ്റലും അല്ലേ? ഒരു എസ്സും 2p ഓർബിറ്റലും കൂടെ ഒരു കാർബൺ. അപ്പോൾ നമുക്കറിയാം 3 ഓർബിറ്റലാണെങ്കിൽ എന്ത് ജോമെട്രിയാണ്? ട്രൈഗണൽ പ്ലാനർ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ട്രൈഗണൽ പ്ലാൻ ഒന്ന് ചരിച്ചോട്ടെ. ഓക്കെ, ലോബ്സ് മറക്കരുത്. ഇതിനൊരു കുഞ്ഞു ലോബ്, ഇതിൻ്റെ ഒരു കുഞ്ഞു ലോബ്, ഇതിനൊരു കുഞ്ഞു ലോബ്. ഇതാണ് കാർബൺ അല്ലേ? അപ്പം മറ്റേ കാർബണും എന്തിൽ പോകും? ഇറ്റ് ഓൾസോ അണ്ടർഗോ sp2 hybridization and one of the sp2 hybridized orbital overlap with the other carbon atom and the remaining എന്ത് ചെയ്യും? ഹൈഡ്രജനായിട്ടും ഇതും ഒരു ഹൈഡ്രജനായിട്ട് ബോണ്ട് ചെയ്തു. ഓക്കെ, പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഓർബിറ്റലിൽ വെറുതെ ഒരു ഇലക്ട്രോൺ കിടക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു ഓർബിറ്റിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്, ഈ കാർബണിൻ്റെ കയ്യിലും. അവരെന്ത് ചെയ്യുന്നറിയോ? ദേ വിൽ ഫോം എ ബോണ്ട് സൈഡ് വേസ്. എന്ത് ചെയ്യും? അവരൊരു സൈഡ് വേസ് ഓവർലാപ്പിങ്ങിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ സൈഡ് വേസ് ഓവർലാപ്പിങ്ങിൽ ഫോം ചെയ്യുന്ന ബോണ്ടിന് നമ്മൾ എന്താ പറയുക? പൈ ബോണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? കാർബൺ വിൽ ഫോം എ സിഗ്മ ബോണ്ട് അല്ലേ? നമുക്കറിയാം കാർബൺ എന്ത് ചെയ്യും? അതൊരു സിഗ്മ ബോണ്ട് വിത്ത് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും. ദ വൺ അൺയൂസ്ഡ് p ഓർബിറ്റൽ വിൽ ഫോം എ പൈ ബോണ്ട്. എന്ത് ഫോം ചെയ്യും? ഒരു പൈ ബോണ്ട് ഫോം ചെയ്തിട്ട് ദിസ് ഈഥീൻ is having 1 2 3 അല്ലേ? എത്ര നമുക്കറിയാം? ഇവിടെ
ഇതിനൊരു 3 സിഗ്മ ബോണ്ട്, ഇവിടെയും ഉണ്ട് സിഗ്മ ബോണ്ട്സ്, ഒരു പൈ ബോണ്ടും ഉണ്ടാകും. അപ്പം കാര്യം ക്ലിയർ ആയോ? എന്തൊക്കെ പോയിന്റ്സ് എഴുതുന്നത് നോക്കോളൂ. ഇൻ എത്തീൻ മോളിക്യൂൾ ദ കാർബൺ ആറ്റം ഇസ് ഹാവിംഗ് എൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് 1s2 2s2 2p2 ആൻഡ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ഇസ് 2s 2p ആൻഡ് ദി എക്സൈറ്റഡ് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ഇസ് 1 ഇലക്ട്രോൺ. അത് നിങ്ങൾ എഴുതണ്ട കേട്ടോ, ഇതിങ്ങനെ വരച്ചാൽ മതി. ഇനി എന്ത് ചെയ്യും? Each carbon atom will undergo sp2 hybridization and it form a trigonal planar geometry. And each carbon atom will undergo sp2 hybridize and it forms a new orbital with a trigonal planar geometry. One of the sp2 hybridized orbital of each carbon atom overlap together to form carbon-carbon sigma bond and the remaining orbitals will bond with the hydrogen atom. അത്ര എഴുതി വെച്ചു. ഇനി നമ്മൾ എന്തറിയാം? നമുക്കറിയാം the one unused p orbital, it can be either px or py, ഏതെങ്കിലും px or py, either in the p orbital which is unused having 1 electron will form a lateral overlapping with the other p orbital of the other carbon atom and thereby it will form a pi bond. ക്ലിയർ ആയോ? എങ്ങനെയാണ് എത്തീൻ്റെ ഹൈബ്രിഡൈസേഷൻ? ഇനി നിങ്ങളൊന്ന് ടെക്സ്റ്റും കൂടെ വായിച്ചാൽ ക്ലിയർ ആവും. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഈത്തേന് കഴിഞ്ഞു, എത്തീൻ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ആരെഴുതും? ഈഥൈൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ ആൻസർ നോക്കണേ. വീഡിയോ പോസ് ചെയ്യുക, ഈഥൈന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ ആൻസർ നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചോ മനസ്സിലായോ എന്ന് തോന്നും കേട്ടോ. അപ്പോൾ അടുത്ത ശ്രദ്ധിച്ചോളൂ. ഈത്തേൻ കഴിഞ്ഞു, എത്തീൻ കഴിഞ്ഞു, ഇനി ഈഥൈൻ അല്ലേ. ഈഥൈൻ എന്ന് പറയുമ്പോൾ YNE ഉണ്ടെങ്കിൽ ട്രിപ്പിൾ ബോണ്ടഡ് ആണ്. ഇതാണ് നമ്മുടെ മൊളിക്കുലാർ ഫോർമുല. കണ്ടോ? നമുക്ക് ഇങ്ങനെ കണ്ടാലും ക്വസ്റ്റ്യൻ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് എന്ത് എഴുതും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഗ്രൗണ്ട് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇനി നോക്കുക, കാർബണ് ഒന്നിവിടേക്കും ഒരു സിഗ്മ ബോണ്ട്. പിന്നെ നമുക്കറിയാം എപ്പോഴും, അത് നമ്മൾ പഠിച്ചതാണ്, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും. അപ്പം നമ്മൾ സിഗ്മേനെ മാത്രം നോക്കുക, എത്ര ഓർബിറ്റിൽ വേണം? ഒരു കാർബണിന് ഈ ഹൈഡ്രജനായിട്ട് ലിങ്ക് ചെയ്യാനും ഈ കാർബണായിട്ട് ലിങ്ക് ചെയ്യാനും ഒരു ഓർബിറ്റിൽ വേണം, 2 ഓർബിറ്റിൽ വേണം. 2 ഓർബിറ്റിൽ കിട്ടണമെങ്കിൽ അവിടെ ഏത് ഹൈബ്രിഡൈസേഷനാണ്? SP, എസും പിയും കൂടെ ചേർന്ന് 2 ഓർബിറ്റിൽ കിട്ടും. ഓക്കെ ആയിക്കോട്ടെ. നമ്മൾ ഒരു എസും ഒരു പിയും, എന്നിട്ട് എന്ത് പോവും? SP ഹൈബ്രിഡൈസേഷൻ. SP ഹൈബ്രിഡൈസേഷൻ്റെ സ്ട്രക്ചർ എന്താ? ലീനിയർ ജോമെട്രി വിത്ത് എ ബോണ്ട് ആംഗിൾ ഓഫ് 180 ഡിഗ്രി അല്ലേ. അപ്പം എന്ത് ചെയ്തു? ഈച്ച് കാർബൺ ആറ്റം വിൽ അണ്ടർഗോ SP hybridization to form a new SP hybrid orbital with a linear geometry. One of the orbital of the carbon is used for bonding with the other carbon atom and thereby they form a carbon-carbon sigma bond and the other SP orbital is used for forming a സിഗ്മ ബോണ്ട് വിത്ത് ദി ഹൈഡ്രജൻ ആറ്റം. ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്ത്. ഇനി ഇവിടെ എത്ര ആൾക്കാർ ബാക്കി കിടക്കുന്നുണ്ട്? ദാ PXും ഇവിടെ അൺയൂസ്ഡ് ആണ്, PYയും അൺയൂസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റിൽ. ഇവർ 2 പേരും എന്ത് ചെയ്യും? ഇവരിങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഇയാളും ഒരു ബോണ്ട് ഫോം ചെയ്യും, ഇയാളും ഒരു സൈഡ് വേസ് ഓവർലാപ്പിംഗ് ഫോം ചെയ്തിട്ട് ദ വിൽ ഫോം എ pi bond. The 2 unused p orbitals undergo lateral overlapping with the other carbon atom and thereby they form 2 pi bond. Thus ethine is having 1 sigma bond with the carbon atom and 2 pi bond with the carbon atom. ഇതാണ് ഇവർക്കുള്ളൊരു ജോമെട്രി. അതായത് ഒരു സിഗ്മയും 2 പൈ ബോണ്ടും കാർബണും ഫോം ചെയ്യുന്നത്. ഇപ്പം മനസ്സിലായി എങ്ങനെയാണ് ഒരു പൈ ബോണ്ട് ഒരു മോളിക്യൂളിൽ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സിഗ്മ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത്. ഇത്രയും കാര്യം എഴുതിയ മാർക്ക് കിട്ടി. ക്ലിയർ ആയോ? ഇപ്പം നമ്മൾ മീത്തേന് പഠിച്ചു, ഈത്തേന് പഠിച്ചു, എത്തീന് പഠിച്ചു, ഈഥൈന് പഠിച്ചു. ക്ലിയർ ആണല്ലോ? ഇനി ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്. ഒന്ന് അമോണിയം, ഒന്ന് നമ്മുടെ വാട്ടറും. വെരി ഇമ്പോർട്ടൻ്റ് ആ. ഇനി ശ്രദ്ധിക്കേണ്ടത് അമോണിയ മോളിക്യൂളാട്ടോ. അതും ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പല രീതിയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. എക്സ്പ്ലെയിൻ ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് അമോണിയ, അല്ലെങ്കിൽ വൈ ദ ബോണ്ട് ആംഗിൾ ഓഫ് അമോണിയ ഈസ് ലെസ്സർ ദാൻ ദാറ്റ് ഓഫ് ടെട്രാഹീഡ്രൽ ബോണ്ട് ആംഗിൾ, ദാറ്റ് ഇസ് 109 ഡിഗ്രി 28 മിനിറ്റ്. എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഒന്നുമില്ല, സിമ്പിളാണ്.
Nitrogen's atomic number is 7. So electronic configuration is 1s2, 2s2, 2p3. And the ground state configuration is നമുക്ക് 1s വരയ്ക്കേണ്ട, കാരണം ഔട്ടർമോസ്റ്റ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഇസ് സോ പിയിൽ 3 എണ്ണം. നമുക്ക് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 3 പി എസ് ഓർബിറ്റലാണ് നമുക്കല്ല വേണ്ടത്, അവർക്കാണ് വേണ്ടത്. സോ എന്ത് ചെയ്യും, ഒരു എസ് അങ്ങോട്ട് ചാടിയിട്ട് പിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ പി പെയർഡായിട്ട് എസ്സിൽ ഒരു ഇലക്ട്രോൺ നിൽക്കും. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ they undergo sp3 hybridization. ഇവിടെ എന്താ ചെയ്യുന്നത്, they undergo sp3 hybridization. sp3 hybridization എന്താ സ്പെഷ്യാലിറ്റി, what is the shape of the molecule? The shape will be tetrahedral ആണ്. sp3ക്ക് tetrahedral geometry ആണ്. അപ്പം nitrogen will undergo sp3 hybridization with three orbitals bonded to hydrogen atom. With the three orbitals bonded to the hydrogen atom, and one is having a lone pair of electron. നിങ്ങൾ കണ്ടില്ലേ, ഒരു ഓർബിറ്റൽ എന്താണ് 2 ഇലക്ട്രോൺ ഉണ്ട്. ഇറ്റ് ഈസ് ഹാവിങ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ എന്ത് പറ്റും, യൂഷ്വലി ദ ബോണ്ട് ആംഗിൾ ഓഫ് tetrahedral geometry is എന്തായിരുന്നു, tetrahedral 109 degree 28 minute. ബട്ട് ഇവിടെ എന്ത് പ്രശ്നം വെച്ചാൽ ഇവിടെ ഒരു ലോൺ പെയർ ഒരു ഓർബിറ്റലിൽ വന്നു. സോ ദർ വിൽ ബി എ റിപ്പൽഷൻ. നമുക്കറിയാം റിപ്പൽഷൻ ബിറ്റ്വീൻ ലോൺ പെയർ ബോണ്ട് പെയർ ലോൺ പെയർ ഉണ്ട്. ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിൽ റിപ്പൽഷൻ കൂടുന്നത് കൊണ്ട് ദ ബോണ്ട് ആംഗിൾ ഓഫ് അമോണിയ ഇസ് റെഡ്യൂസ് ടു 107 degree. Why the bond angle is reduced? Because one of the lobe in ammonia, that is orbital, is containing a lone pair of electron. The repulsion between the lone pair and bond pair is greater, so the bond angle will be reduced to 107 degree instead of 109 degree 28 minute. This is the geometry of ammonia. It will be as a distorted ആയിരിക്കും. It will be having a distorted pyramidal shape ആയിരിക്കും. ഇതിന് നമ്മുടെ യൂഷ്വൽ ഒരു റെഗുലർ ടെട്രാഹീഡ്രൽ ഷേപ്പ് അല്ല, ഇതിനൊരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു പിരമിഡൽ ടൈപ്പ് ഷേപ്പ് ആയിരിക്കും നമ്മുടെ ആർക്കുള്ളത്, അമോണിയക്ക് ഉള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഹൗ ടു എക്സ്പ്ലെയിൻ ദിസ്? അമോണിയ വിത്ത് സെൻട്രൽ ആറ്റം, നൈട്രോജൻ, the electronic configuration, ground state, excited state, and this s and 3p orbital undergo hybridization to form sp3 hybrid orbital, and each hybrid orbital or each orbital of sp3 is bonded with 3 hydrogen atom, and the one orbital is filled with a lone pair of electron. Since the lone pair bond pair repulsion is greater, so its bond angle is reduced to 107 degree instead of regular tetrahedral is having a 109 degree 28 minute, and this will be having a distorted pyramidal shape. Clear ആണോ? ഇനി അടുത്ത നമ്മുടെ സ്വന്തം വാട്ടറിൻ്റെ ഹൈബ്രിഡൈസേഷൻ ആണ്. ഇതും സിമ്പിൾ ആണ് കേട്ടോ. ഓക്സിജൻ 8 ആണ്, 1s2, 2s2, 2p4. നമ്മൾ എന്ത് ചെയ്യും, ഗ്രൗണ്ട് സ്റ്റേറ്റ് വരയ്ക്കുന്നു. 2s തുടങ്ങിയിട്ടേ ഞാൻ വരയ്ക്കുന്നുള്ളൂ, ബിക്കോസ് ഔട്ടർ മോസ്റ്റ് മതി. അപ്പം 1, 2, 3, 4. ഓക്കെ, ഇതും എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു എസ് ഓർബിറ്റ്, ഒരു ഇലക്ട്രോൺ ഫ്രം ദി എസ് ഓർബിറ്റൽ ഷിഫ്റ്റഡ് ടുവേർഡ്സ് ഹിയർ. അങ്ങനെ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്സിജന് 2 ഹൈഡ്രജനുമായിട്ടാണ് ബോണ്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അപ്പം ഇതിൽ എസ്സും 3pയും കൂടെ ഹൈബ്രിഡൈസ് ചെയ്ത് ഇറ്റ് വിൽ ബി ഫോമിങ് sp3 ഹൈബ്രിഡൈസേഷൻ. എന്നിട്ട് എന്ത് ചെയ്യും, ഓക്സിജൻ അതിൻ്റെ 4 ഓർബിറ്റൽ ഇങ്ങനെ ടെട്രാഹീഡ്രൽ ജോമെട്രി മാതിരി നിന്നിട്ട് ഇതിലെ ആരാണ് പോകുന്നത്, ഇതിൽ 2 ഓർബിറ്റൽ വിൽ ബി യൂസ്ഡ് ഫോർ ബോണ്ടിങ് വിത്ത് ഹൈഡ്രജൻ ആറ്റം. ഈ 2 എണ്ണത്തിൽ എന്താ ഉള്ളത്, lone pair of electron. So in water molecule the oxygen will undergo sp3 hybridization to form a tetrahedral geometry. It contains 2 lobes or 2 atomic orbitals with lone pair of electrons. Since there is 2 lone pair, up in the bond angle there will be bond pair repulsion, and lone pair repulsion, and lone pair bond pair repulsion. So the bond angle will be 104.5
5 ഡിഗ്രി വരെ ബോണ്ട് ആംഗിൾ ഇതായിരിക്കും. എന്തുകൊണ്ടാണ്? ലോൺ പെയർ റിപ്പൾഷനുണ്ട്, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷനൊക്കെ ഉള്ളത് കൊണ്ട് ദ ബോണ്ട് ആംഗിൾ ഇസ് റെഡ്യൂസ് ടു 104.5 ഡിഗ്രി. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് ആ ഒരു SP2 SP3 പഠിക്കാനുള്ളത്. SP3 നമ്മൾ പഠിച്ചു ഈത്തേൻ, മീത്തേൻ, പ്രൊപ്പൈൻ പഠിച്ചില്ല, മീത്തേൻ, ഈത്തേൻ, പ്രൊപ്പൈനൊക്കെ ഒന്ന് എളുപ്പാട്ടോ. മീത്തേൻ പഠിച്ചു, ഈത്തേൻ പഠിച്ചു, എത്തീൻ പഠിച്ചു, ഇഥൈൻ പഠിച്ചു, അമോണിയ പഠിച്ചു, പിന്നെ നമ്മൾ വാട്ടർ പഠിച്ചു, കഴിഞ്ഞ ദിവസം BCl3 പഠിച്ചു അല്ലേ. അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഹൈബ്രിഡൈസേഷനിൽ ഒരു കുഞ്ഞു കാര്യം കൂടെ പറയാനുണ്ട്, എന്താണ് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം 2s 2p അങ്ങനെയുള്ള ഒരു അതായത് ആ ഒരു പീരിയഡിലുള്ള എലിമെൻറ്റ്സ് അതുവരെ വെച്ചിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു, നമ്മൾ കൂടുതൽ പോയിട്ടില്ല. നിങ്ങൾക്കറിയാം 3s അതായത് 3s 3pയിൽ 3d ഓർബിറ്റൽസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഹൈബ്രിഡൈസേഷനിൽ d ഓർബിറ്റലും കൂടെ ഇൻവോൾവ് ചെയ്യും. നമ്മൾ ഇത്രയും നേരം SP അല്ലേ അത് വെച്ചിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ മാത്രമാണ് പറഞ്ഞത്. ബട്ട് വി നോ ദാറ്റ് d ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ അവരും കൂടെ വരുമ്പം ഹൈബ്രിഡൈസേഷൻ്റെ സ്ട്രക്ചർ അവരുടെ ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ സ്ട്രക്ചറും മാറിയിരിക്കും. അപ്പോൾ d ഓർബിറ്റൽ ഇൻവോൾവ് ചെയ്യണം നമുക്ക് ഹൈ ഡെപ്തിലൊന്നുമില്ല, കുറച്ച് കാര്യമുള്ളൂ. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം 3s 3p 3d അല്ലേ. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s 3p 4s 3d അല്ലേ. അപ്പം ഇതിൻ്റെ ഒരു അർത്ഥം എന്താ വെച്ചാൽ 3s 3pക്കും 3dക്കും ഓൾമോസ്റ്റ് സെയിം എനർജി. അതേപോലെ തന്നെയാണ് 3d 4s 4pക്കും ഒരു ഓൾമോസ്റ്റ് സെയിം എനർജി ആയതുകൊണ്ട് ഓരോ കേസസിലും ഡിപ്പെൻഡ് അപ്പോൺ ദി നേച്ചർ അവരുടെ ഫോം ചെയ്യുന്ന ബോണ്ടിനനുസരിച്ച് ദർ ക്യാൻ ബി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവിങ് ദിസ് 3s 3pയും 3dയും അല്ലെങ്കിൽ 3dയും 4s 4pയും അണ്ടർഗോ ചെയ്യും ഹൈബ്രിഡൈസേഷനിൽ. ബട്ട് ഒരിക്കലും ഈ 3s 4s തമ്മിലൊന്നും ഹൈബ്രിഡൈസേഷൻ ഇല്ല, ബിക്കോസ് ദ എനർജീസ് ആർ ഡിഫറെൻറ്റ്. അപ്പം ഒന്നുകിൽ 3s 3p 3d ആയിട്ട് ഹൈബ്രിഡൈസേഷൻ, അല്ലെങ്കിൽ 3d 4s 4p ആയിട്ട് ഹൈബ്രിഡൈസേഷൻ പോസിബിൾ ആണ്. നമുക്ക് ഡെപ്തിലൊന്നും പോകണ്ട കേട്ടോ, നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ d ഇപ്പം ഈ d വെച്ചിട്ട് അതായത് ഇന്നർ d സബ്ഷെല്ലാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനൊരു സ്ട്രക്ചർ. ഇപ്പം ഇതിൻ്റെ ഇതേ സെയിം പ്രിൻസിപ്പൽ എനർജി ലെവലിലുള്ള d സബ്ഷെൽ തമ്മിലാണ് ഹൈബ്രിഡൈസേഷൻ പോകുന്നതെങ്കിൽ അതിനൊരു പ്രത്യേക ജോമെട്രിയാണ്. അപ്പം ഇതൊക്കെയാണ്. ഇപ്പം DsP2 ഒരു ഡിയും 2sഉം ഒരു പിയും ഒരു ഡിയും ഒരു എസും 2p ഓർബിറ്റലും കൂടെ ഹൈബ്രിഡൈസ് ചെയ്യുകയാണെങ്കിൽ എത്ര ഓർബിറ്റൽ ഉണ്ടാവും? 2 3 4 ഓർബിറ്റൽസ് ഉണ്ടാവും. സോ ഇറ്റ് വിൽ ബി ഹാവിങ് എ സ്ക്വയർ പ്ലാനാർ ജോമെട്രി. DsP2 ആണെങ്കിൽ എന്താണ് സ്ക്വയർ പ്ലാൻ, അതായത് ഇന്നറിൽ നമ്മൾ 3d 4s 4p ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ സ്ക്വയർ പ്ലാനാർ ജോമെട്രി. ഇനി SP3d അതായത് ഒരു എസും 3pയും ഒരു ഡിയുമാണ്, അതായത് SP3d ആണെങ്കിൽ നമുക്ക് കിട്ടുക ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പാണ്. 3 4 5 ആണ്. അപ്പോൾ ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പാണ്. ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ഇങ്ങനെ ഒരു ഷേപ്പായിട്ട്. അപ്പോൾ ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പായിരിക്കും. ഇനി SP3d2 ഒരു എസും 3pയും 2dയും കൂടെ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ സ്ക്വയർ പിരമിഡൽ ഷേപ്പ്. എന്താണ്ടാവുക? ഒരു സ്ക്വയർ പിരമിഡൽ ഷേപ്പാണ്. ഇനി ഉള്ളിലുള്ള D2sp3 ആണ് പോകുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് ആൻ ഒക്ടാഹീഡ്രൽ ഷേപ്പ്. ഈ ഷേപ്പുകൾ അറിഞ്ഞിരിക്കണം. SP2 ആണെങ്കിൽ സ്ക്വയർ പ്ലാനാർ, SP3d ആണെങ്കിൽ ട്രൈഗണൽ ബൈപിരമിഡൽ, SP3d2 ആണെങ്കിൽ സ്ക്വയർ പിരമിഡൽ ആൻഡ് D2sp3 ആണെങ്കിൽ ഒക്ടാഹീഡ്രൽ. ഇത്രയും കാര്യം നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ, അതിൻ്റെ കൂടെ എക്സാമ്പിൾസും അത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ടെക്സ്റ്റിൽ 2 എക്സാമ്പിളേ തന്നിട്ടുള്ളൂ. അപ്പം അത് പഠിച്ചാൽ തന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ നോക്കാം. ഫസ്റ്റത്തെ എക്സാമ്പിൾ ആണ് നമ്മുടെ PCl5 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p3 2 4 6 12 15 യെസ് 3p3. ഇനിയിപ്പോൾ നമ്മൾ എന്താ നോക്കുക? നമ്മൾ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ മാത്രം, ഗ്രൗണ്ട് സ്റ്റേറ്റ് ഏതാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ല് 3 അല്ലേ. 3s ഉണ്ട്, 3p ഉണ്ട്. 3pയിൽ നമുക്ക് എത്ര ഓർബിറ്റൽ വേണം? 5 ഓർബിറ്റൽ വേണം അല്ലേ. ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള നമുക്ക് 1 2 3 4 ഉണ്ട്. അപ്പോൾ 5ാമത്തെ ഓർബിറ്റൽ വേണം. അപ്പോൾ നമ്മൾ ആരെയും കൂടെ വരയ്ക്കും? 3dനെ വരയ്ക്കും. ഇതിൻ്റെ ഫ്രണ്ട് ആണല്ലോ, ഇതിൻ്റെ സെയിം എനർജി ലെവലിലുള്ളതല്ലേ. അപ്പം അവിടെ എത്ര എണ്ണം വേണം? 1 2 3 4 5. ഓർമ്മയുണ്ടല്ലോ dxy dy z dx² - y² dy² - z² dx² - z² ആൻഡ് dz². ഇങ്ങനെ 5 ഓർബിറ്റലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ 5 ഓർബിറ്റൽ അവിടെ വരച്ചു വെച്ചു. അപ്പോൾ ആരെ എക്സൈറ്റ് ചെയ്യണം?
എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരു 3s നിന്നും ഒരു ഇലക്ട്രോൺ അങ്ങ് ജമ്പ് ചെയ്തിട്ട് എങ്ങോട്ട് പോവും? 3D അടുത്തേക്ക്. 1 2 3 4 5. അപ്പം എന്ത് പറ്റും? ഒരു എസ്സും ഒരു എസ് 3 പിയും ഒരു ഡിയും കൂടെ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് sp3 ഡീഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. sp3 ഡീഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എന്താ? 5 ഓർബിറ്റൽ, ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ്. സോ ഇനി എന്തൊക്കെ എഴുതണം? The electronic configuration of phosphorus is this, ground state configuration is this, and excited state is that. One electron from the 3s orbital just get excited to the 3d orbital, and 1s and 3p and 1d orbital undergo hybridization to produce sp3d orbital. And each ഏതാണ്? ട്രൈഗണൽ. നമുക്കറിയാം എന്ത് ജോമെട്രിയാണ് ഇവർക്കുള്ളത്? ട്രൈഗണൽ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരയ്ക്കുന്ന കാലത്തിൽ എൻ്റെ അത്ര, അതായത് ഇറ്റ് വിൽ ബി ഹാവിങ് CL. ഇങ്ങനെയായിരിക്കും ഇവരുടെ ഒരു ജോമെട്രി. അതായത് ഒരു ഫോസ്ഫറസിൻ്റെ ഈച്ച് sp3, അതായത് 5 ഓർബിറ്റൽ ഉണ്ടാവും. ഈച്ച് sp3d ഓർബിറ്റൽ ഇസ് occupied by 5 chlorine atom. 1 2 3 4 5 chlorine atom, and it will be having a trigonal bipyramidal shape. ക്ലിയർ ആണല്ലോ? PCl5ൻ്റെത് ഇതാണ്. ഇങ്ങനെ പിരമിഡൽ ഷേപ്പ് കാണിക്കേണ്ടവർക്ക് അങ്ങനെയും കാണിക്കാം. ഓക്കെ, നീറ്റായിട്ട് വരച്ച് പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് PCl5ൻ്റെ സ്ട്രക്ചർ. അടുത്ത നമുക്കുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് SF6 ആട്ടോ. ഇനിയിപ്പോൾ ടെക്സ്റ്റിലൊന്നും മിസ്സാവണ്ട വെച്ചിട്ടാണ് അതിൽ എക്സാമ്പിൾസ് ഒക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. SF6. ഈ PCl5 പറഞ്ഞപ്പോഴേ നമ്മളൊരു ചെറിയ കാര്യം മിസ്സായിപ്പോയേ, അതിൻ്റെ ബോണ്ട് ആംഗിൾ പറയാൻ മറന്നു കേട്ടോ. അപ്പം ഈ PCl5 which having a trigonal bipyramidal geometry with 3 chlorine atom in one plane, making a bond angle of 120 degree, and these 3 chlorine atoms which lies in one plane are known as equatorial bonds. ഈ ഒരു ബോണ്ട് ഇങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടിന് നമ്മൾ equatorial bonds, and the 2 chlorine atom which lies above and below the equatorial plane or equatorial bonds are known as the axial bonds. ഇവിടെയാണ് എന്താണ് ഫോസ്ഫറസ് ആയിട്ട് ഇവർ എന്ത് ബോണ്ടാണ് ഫോം ചെയ്ത്? ആക്സിയൽ ബോണ്ട് which making a bond angle of 90 degree, which are making a bond angle of 90 degree. ഇനി this axial bond will suffer more repulsion from these equatorial chlorine, അതായത് equatorial bonds നിന്ന് ഈ ആക്സിയൽ ബോണ്ട്സിന് കൂടുതൽ റിപ്പൽഷൻ ഉള്ളത് കൊണ്ട് they are found to be little longer. അവരുടെ ബോണ്ടിങ് കുറച്ച് ലോങ്ങർ ബോണ്ട്സ്, and they are found to be weaker as compared to the equatorial bonds. Equatorial bondsനെ കൺസിഡർ ചെയ്യുമ്പോൾ these axial bonds are weaker because of the more repulsive force it get affected from this equatorial chlorine atom. ക്ലിയർ ആയോ? അതൊരു കാര്യം ഞാൻ വിട്ടുപോയതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ PCl5ന് പഠിക്കണം. ഒക്കെ ടെക്സ്റ്റിലുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഈ ക്ലാസ് ഒന്ന് കേട്ടോ, അതൊന്ന് വായിച്ചു നോക്കിയാൽ ഈസിയാണ് കേട്ടോ. അപ്പം SF6 ആണ്. SF6ൻ്റെ സൾഫറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 16 ആണ്. അറ്റോമിക് നമ്പർ ഓഫ് സൾഫർ 16. സോ സൾഫറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p3 അല്ലേ, 2 4 6 12 13 14 15 3p4. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇനിയൊക്കെ സ്പീഡില്ല കേട്ടോ കാര്യങ്ങൾ, കാരണം 3s ഞാൻ വരയ്ക്കുള്ളൂ. ഔട്ടർ മോസ്റ്റ് മാത്രം മതി. 1 2 3 4. എത്ര ഓർബിറ്റൽ വേണം? 6 ഓർബിറ്റൽ വേണം അല്ലേ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 4 പോരാ, നമുക്ക് ഡിയും കൂടെ വരയ്ക്കാം. 3 4 1 2 3 4 5 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 6 ഓർബിറ്റൽ കിട്ടണം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യും. എവിടെ നിന്നൊക്കെ എക്സൈറ്റേഷൻ നടക്കും? എസ്സിൽ നിന്നും പിയിൽ നിന്നും എക്സൈറ്റ് ചെയ്യും. എന്നിട്ട് ഡിൻ്റെ 5 എണ്ണത്തിലെ 2 എണ്ണം ഒക്യുപ്പൈ ചെയ്യും. എന്താവും? ഒരു എസ്സും 3 പിയും 2 ഡിയും കൂടെ അണ്ടർഗോ ഹൈബ്രിഡൈസേഷൻ ടു ഫോം sp3d2 ഹൈബ്രിഡൈസേഷൻ. സൾഫറിൻ്റെ sp3d2 ഹൈബ്രിഡൈസേഷൻ പോയിട്ട് ഈ sp3d2 തന്നെ 2 ടൈപ്പ് ഓഫ് ഷേപ്സ് ഉണ്ട്. ഒന്ന് ഒക്ടാഹീഡ്രൽ ഷേപ്പും ഉണ്ട്, ഒന്ന് സ്ക്വയർ പിരമിഡൽ ഷേപ്പും ഉണ്ട്. ഹിയർ ദിസ് SF6 undergo octahedral geometry. ഏത് ജോമെട്രിയാണ് ഇത് പോകുന്നത്? ഇറ്റ് ഈസ് ഫോമിങ് ആൻ
octahedral geometry, and each orbital is occupied by fluorine atom and it will be having an octahedral geometry. അത് ഞാൻ ഇതാണ് SF6ന്റെ octahedral geometry. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് octahedral എന്ന് വിചാരിക്കുക. ഞാൻ പിക്ചർ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. സോ SF6ന്റെ സൾഫർ ഇസ് എ സെൻട്രൽ ആറ്റം, ഗ്രൗണ്ട് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റ് ചെയ്ത് sp3d2 it undergoes sp3d2 hybridization, and these sp3d2 hybrid orbitals are occupying or having an octahedral geometry with each orbital is occupied by each fluorine atom. And this is the hybridization in SF6. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഹൈബ്രിഡൈസേഷനിൽ പറയാനുള്ളത്. അപ്പം ഒരുവിധം എല്ലാം ടെക്സ്റ്റിലെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് ബാക്കിലെ ക്വസ്റ്റ്യൻസ് ഞാനുണ്ടല്ലോ അതുള്ളത് നമ്മൾ ഈ റിവിഷൻ പാർട്ടിലൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എടുക്കാനുള്ള മോളിക്കുലർ ഓർബിറ്റൽ തിയറിയാണ്. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കും. ഇതുവരെ നന്നായി പഠിച്ചോളൂ. ഇതൊന്നും ഒരിക്കലും വിചാരിക്കേണ്ട ഇതൊന്നും ഫോക്കസ് ഏരിയ വന്നിട്ട് പഠിക്കാം ഇതൊക്കെ ഇതൊന്നും ഒമിറ്റ് ചെയ്യാൻ പോകുന്നേ ഇല്ല. BSCPR ഒഴിവാക്കൂല. നമ്മുടെ ഈ ഇപ്പോൾ പറയുന്ന ഹൈബ്രിഡൈസേഷൻ ഒന്നും ഒരു കാരണവശാലും ഒഴിവാക്കൂല. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴേ നന്നായിരുന്നു പഠിച്ചോളൂ. മനസ്സിലാവാത്ത കാര്യം കമൻസിലിടുക. പിന്നെ എപ്പോഴും പറയണ പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട്, അതായത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതാണല്ലോ എനിക്കുള്ള എനർജി. നിങ്ങൾ ക്ലാസ് എടുക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളൊരിക്കും ആരും കാണുന്നില്ല. പിന്നെ വ്യൂസ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ആൾ കാണുന്നുണ്ട്. ബട്ട് ഒരു കമൻറ്റ് പോലും ഇല്ലെങ്കിൽ അത് നമുക്കൊരു വിഷമമാണ്. സോ ബെറ്റർ ക്ലാസ് മനസ്സിലായെങ്കിൽ ഒരു കമൻറ്റ് ഇടുക. അത് നമുക്ക് കിട്ടുന്ന ഒരു താങ്ക്സ്, ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും പറയും മാം ഇത് മനസ്സിലാവുന്നില്ല, ഇങ്ങനെ എടുത്താൽ പോരാ. പിന്നെ പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാനുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ. അതൊന്നും നിങ്ങൾ ചോദിക്കരുത്. നിങ്ങൾക്ക് എന്നെ മെയിൽ ചെയ്യാം easychemistryclass@gmail.com. അപ്പോൾ അതിലെപ്പോൾ മെയിൽ ചെയ്താലും ഞാൻ മോസ്റ്റ് പ്രോബ്ലി ആൻസർ ചെയ്യാറുണ്ട്. ഡൗട്ടും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.